അച്ഛനമ്മമാർ നോക്കിയാൽ അവർക്ക് ഒരു കൂട്ട് വേണ്ടേ അല്ലേ? പിന്നൊക്കെ അവര് ഇഷ്ടം, പിന്നെ അവരെ വിധി. പിന്നെ അവരെ വിധി. അല്ല, നമ്മൾ നല്ലത് നോക്കി കണ്ടുപിടിച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉപ്പും മുളകും ടോർച്ചിന് എല്ലാവർക്കും അറിയാമല്ലോ. അയ്യോ 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 ഓർമ്മിപ്പിക്കല്ലേടേ. ഇങ്ങനെ ഒരു ഫാമിലിന് ഒന്നൊന്നര ഫാമിലിയാണ്. ഒരു മക്കളെയും അനുഗ്രഹത്തോടെ കെട്ടിച്ചുവിടാൻ പറ്റാത്ത ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. ഒളിച്ചോട്ടം, മക്കളെല്ലാം ഒളിച്ചോടി. അതും രണ്ടാമത്തെ മകൾ ഓടിയതാണ് സെറ്റ് ഓട്ടം, അതാണ് ഓട്ടം, ബാക്കിയൊന്നുമില്ല. രണ്ടാമത്തെ മകൾ ഓടിയതാണ് ഓട്ടം. അതായത് കല്യാണം വീട്ടുകാർ ഉറപ്പിച്ചു വെച്ച പയ്യനോടൊപ്പം തന്നെ മോള് നേരത്തെ ഓടി, കല്യാണത്തിന് മുന്നേ ഓടി. ഓക്കെ, അതൊക്കെ ഒരു കഥകൾ. എല്ലാവർക്കും ആ കഥകളൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ഓടിച്ചേ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ആദ്യം ഒരു മോളെ വളർത്തി പൊന്നൂസ് കാമുകനോടൊപ്പം ഒളിച്ചോടി കല്യാണം കഴിച്ചു. രണ്ടാമത് ഒരു മോള് നന്ദൂസിന് കല്യാണമൊക്കെ ആലോചിച്ച് സംഭവങ്ങളൊക്കെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് വെച്ചിരുന്ന സമയത്ത് അടുത്ത പയ്യൻ ശരിയില്ല, പയ്യൻ്റെ സ്വഭാവം ശരിയില്ല എന്നൊക്കെ ന്യൂസ് അറിഞ്ഞപ്പം വീട്ടുകാർ വലിഞ്ഞപ്പം നൈസായിട്ട് നന്ദൂസ് അതിനു മുന്നേ ഫോണിലൂടെ കണക്ഷനായി ബന്ധങ്ങളായി പിന്നെ അവനോടൊപ്പം ഒളിച്ചോടി. വാവ്, അമേസിങ്. അങ്ങനെ ഒരു മക്കളെയും കൈപിടിച്ച് ഇറക്കി വിടാൻ പറ്റിയില്ല. എന്നിട്ട് മക്കളെ വന്നിരുന്ന് പൂര കുറ്റം പറയൽ, മക്കൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് കുറ്റം പറയൽ, മില്യൺസ് വ്യൂസ് ഉണ്ടാക്കൽ, ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുന്നു. മറ്റൊരു മിനി പ്രവീൺ പ്രണവായി മാറുകയായിരുന്നു അവർ സുഹൃത്തുക്കളെ. കുടുംബം മൊത്തം ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പല്ല, ഇങ്ങനെ റീച്ച് ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒന്നുമില്ലടേ. അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ ഇപ്പം നന്ദൂസിൻ്റെ കാര്യം നോക്കി ഇപ്പുറത്തിരുന്ന് കുറ്റം പറയുന്നു. ഉപ്പുമുള ലൈറ്റിലെ ചേച്ചിയും ചേട്ടനും അപ്പുറത്തിരുന്ന് കുറ്റം പറയുന്നു. എന്തായാലും ഇവരൊക്കെ മാറി ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി പറയുന്നത് കേൾക്കുമ്പോഴാണ് കോമഡി. ഞങ്ങളൊന്നും വേണ്ട, നമ്മളൊന്നും നോക്കാൻ ആരുമില്ല, എങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പിലാണ്. ഇനി ഈ നന്ദൂസിനെ കെട്ടിയൊരു പയ്യനുണ്ടല്ലോ, യവൻ അത്യാവശ്യം വിടലയാണ് എന്നുള്ളൊരു കാര്യമാണ് ചില സാഹചര്യങ്ങളിലൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഇപ്പം കുറച്ചൊക്കെ വിടലത്തനൊക്കെ കാണൂടെ, നമ്മൾ കൊണ്ടുവിടാം ഇപ്പം തനങ്ങളൊക്കെ. പോട്ട് വിട്. അപ്പോൾ എന്തായാലും ഇവളെ കെട്ടിയ ശേഷവും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് നമുക്ക് പ്രവീൺ പ്രണവിനെ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി നാട്ടുകാരുടെ ഇടയിൽ ചീഞ്ഞളിഞ്ഞ് കുറേ കാശുണ്ടാക്കണം എന്നിവൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് പോട്ടെ, അതൊന്നും അല്ല ഇവിടെ നമ്മുടെ വിഷയം. ഇപ്പം ഈ നന്ദൂസ് കെട്ടിയ ഒരു പയ്യനില്ല, ലവൻ്റെ അച്ഛനും അമ്മയും ഇങ്ങ് ദുബായില്ല. എവർക്ക് ചാനലുണ്ട്, ഇവൻ ഇരുന്ന് പറയുന്നതൊക്കെ എവിടെ ഇൻഡയറക്റ്റ്ലി ഇവനൊക്കെ ഇട്ട് കുത്തുന്ന പോലത്തെ ഒരു എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ അവരുടെ ചാനലൊന്ന് കൊടുക്കാം. ന്യൂസ് ട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ മൊണ്ണയായിരിക്കും ഉദ്ദേശിച്ചത്. സോറി, മൊണ്ണല്ല, അവൻ പാവം, ഞാൻ ഫ്ലോയിൽ പറഞ്ഞേട്ടാ, ക്ഷമിച്ചുള്ളടാ, അറിയാതെ പറഞ്ഞേടേ, നീ വേണേൽ തിരിച്ചു വിളിച്ചോ, പ്രശ്നം തീരുന്നു. അപ്പോൾ ഈ ഈ നന്ദുസുട്ടിയുടെ ഏട്ടനെ ആയിരിക്കണം മേ ബി പറഞ്ഞത്. ആരുണ്ടായിരുന്നിട്ടും കാര്യമില്ലെന്ന്, വാഴയാണെന്നാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്, ഇവൻ്റെ അടുത്തുനിന്ന് മാറിയതുകൊണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഇവരുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ. ഇവരെങ്ങ് ദുബായില്ല. അധികമൊന്നുമില്ല, 48 ഡിഗ്രി ഉള്ളൂ. 48 ചൂടുണ്ടാ? എന്താ ചൂടേട്ട ആരാലോചിച്ച് എന്റെ മോനെ ചൂടെങ്ങനെയുണ്ട്? ചൂട് മാറട്ടെ. അത്യാവശ്യം കാരണം നമ്മ പോണ്ടേ, അതാണ് ഇറങ്ങിയതാണ്. ഞാൻ എന്നാലൊക്കെ ചേട്ടൻ നൈറ്റ് ഇറക്കുള്ളൂ, ചേട്ടൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ലീവ് ദിവസമാണല്ല. നിങ്ങളെ ചൂടൊക്കെ വിട്, നിങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ തമ്മിൽ. എനിക്ക് എവിടെയോ ഇവരുടെ തമ്മിലൊക്കെ കാണുമ്പം യവനിട്ടിട്ടുള്ളൊരു കൊട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി, യവനിട്ട് കൊട്ടിയതാണോ? അണ്ണ ആണെങ്കിൽ രഹസ്യമായിട്ട് എന്നെ വിളിച്ച് പറ, സത്യം. കിച്ചുവിന്റെ കാര്യം ആലോചിക്കണേ, കിച്ചുവിന് സൈറ്റില് അല്ലേ, സൈറ്റിലാണ് നിക്കണ്ടേ. അപ്പൊ അവന്റെ കാര്യം ഞാൻ ആലോചിച്ച് വിഷമിച്ച്. സംഗതി അവന് ജോലി ചെയ്തില്ലെങ്കിലും അല്ല പണിക്കാരൊപ്പം നിൽക്കണ്ടേ, സേസ്റ്റർമാർക്ക് എന്തായാലും അവരെ നോക്കി നിക്കണമല്ലോ. ഭയങ്കര വെയിലാണ്. കാര്യമായിട്ടൊന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം.
പരസ്യം കയറി വന്നടേ പണസ്യം. അപ്പൊ ഇവരുടെ ചാനലല്ലേ ഇവർ ഇൻഡയറക്ട്ലി എന്തൊക്കെയോ കുത്തുന്ന പോലെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. എന്തോന്നു ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന, നമുക്ക് നാം മാത്രമേ ഉണ്ടാകൂ, നിങ്ങളുടെ ചാനലും തുടങ്ങി ഇപ്പോഴാണ് എന്നാ നോക്കാം. 2 വർഷം നിൽക്കും. 7 മാസം കഴിഞ്ഞില്ലേ കിച്ചുവിന്റെ കല്യാണം വരെ നിൽക്കുന്നില്ല എന്നോട്. കല്യാണം ഇപ്പൊ ഞാനിവിടെ എടുക്കണമെന്നുണ്ടോ? അല്ല, എന്നോട് പറഞ്ഞതാണ് കിച്ചുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലോ ഞാൻ ക്യാൻസൽ ചെയ്യുള്ളൂ. 2 വർഷം 1 വർഷം കഴിഞ്ഞാൽ കല്യാണക്കാരെ നോക്കണം. അങ്ങനെ 2 വർഷം അവ സമ്മതിക്കണം. അതൊക്കെ കണ്ടത് എന്റെ കുറയ്ക്കുന്നു. ഓക്കെ, ഒരു കമന്റ് ഞാൻ വായിക്കാം. ട്രോൾ ഡ്യൂഡ് ചാനല് ഇവരുടെ ട്രോൾ കണ്ടു വന്നതാണ്. ഇങ്ങടെ മോന് ഇപ്പോൾ പെൺ വീട്ടുകാരും മാത്രമല്ലേ, ഇതൊക്കെ ഇടങ്ങേറായിരുന്ന കാലം സമയത്ത് ഉണ്ടാക്കിയേ, ഇപ്പോൾ അവർ മതി. അതായത് പെൺവീട്ടുകാരും പെണ്ണും മതി, സ്വന്തം അപ്പനും അമ്മയൊന്നും വേണ്ട, അവരവിടെ ഇവിടെ കിടക്കുന്നു എന്നുള്ളൊരു മൈൻഡിൽ മകനായിട്ടുള്ള അവൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവരുടേതായ രീതിയിൽ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് പക്ഷേ ഒരു തമ്മിൽ ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് ആരുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വാഴയാണ് ഉള്ളതെങ്കിൽ കൊല മാത്രമല്ലേ കിട്ടത്തുള്ളൂ. എന്റെ കല്യാണക്കാരോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ഇഷ്ടമല്ല ഇപ്പൊ നഷ്ടേന്നാണ് പറയണത്. അന്നേരം നോക്കണ്ടേ അവരെ പ്രായം. ഓക്കെ, ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. അമ്മച്ചിയാണ് ഞാൻ. പിന്നെ ഈ ഇവരുടെ തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ എവിടെയോ ഒരു ഡൗട്ട് അടിച്ചു. നമുക്കും തോന്നൂല്ലേ ഡൗട്ട്. അങ്ങനെ നമ്മൾ വന്നതാണ് ഇവിടെ. അപ്പോൾ അവരെന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ആർക്ക് എതിരെ അവർ സംസാരിക്കുന്നില്ല. ഇനി നമ്മുടെ നന്ദൂസ് വ്ലോഗില് നമ്മുടെ ആ കൊച്ചും ചെറുക്കനും കൂടി ഇരുന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി ഇവരുടെയൊക്കെ ഹൈലൈറ്റ് സാധനമേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുടുംബ പ്രശ്നം വിറ്റ് ജീവിക്കുക. ആ കുടുംബ പ്രശ്നം എടുത്തിട്ട് വിറ്റ് നമ്മൾ ജീവിക്കും. മനസ്സിലായി? ഇങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോവുകയാണ്. ഒന്ന് ചെയ്യും, മറ്റൊന്നിന് വള. ഈ ഒരു സെറ്റപ്പിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എന്ത് പറയാനാ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ അറിയിക്കാൻ തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സാധനം ഒന്നൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് കുടുംബ പ്രശ്നം നാട്ടുകാരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ കാര്യം എടുത്തിങ്ങനെ വയ്ക്കാൻ തോന്നുന്നത്? ദയവ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും തരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിൽ നിന്ന് തന്നെ ആരെങ്കിലും ഒരാളൊരു എക്സ്പ്ലനേഷൻ തരിക. കാരണം അത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എനിക്കതിന് ഒരു വാലിഡായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. കാശ് കിട്ടുന്നു. കാശ് കിട്ടിയാലും നമ്മുടെ വീട്ടിലെ കാര്യം എങ്ങനെ മറ്റുള്ളവരെ മുന്നിൽ കാണിച്ച് അത് വിറ്റിട്ട് നമുക്ക് ഉളുപ്പില്ലാതെ തൊലിക്കുറപ്പില്ലാണ്ട് നമ്മൾ എങ്ങനെ ഇറങ്ങി വെളിയിൽ നടക്കുന്നു, ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ചെറിയൊരു എന്തെങ്കിലും വഴക്കോ ദേഷ്യങ്ങളോ അങ്ങോട്ടോ പറച്ചിലോ വന്നു കഴിഞ്ഞാൽ പുറത്തൊരാൾ കേൾക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആരെങ്കിലും കയറി വരുമോ, ആരെങ്കിലും കേട്ടോ എന്നൊക്കെയാണ് എൻ്റെയൊക്കെ ചിന്ത പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവരെ പോലെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ ക്യാമറ ഓൺ ചെയ്തിരുന്ന് വിളമ്പുന്നു, അത് വിറ്റ് ജീവിക്കുന്നു. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളായിരുന്നു. എനിക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്തു ഒരുപാട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഊയെന്ന്. എന്തായാലും നന്ദൂസിൻ്റെ കെട്ടിയോൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനൊന്ന് കൊടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. എന്തായാലും പറഞ്ഞോ. നിങ്ങളുടെ അച്ഛനും അമ്മ അപ്പുറത്തിരുന്ന് തമ്മയിലിട്ട് നിങ്ങൾക്ക് ഊക്കുന്നുണ്ട്, നിങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഊക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ഊക്കുന്നു. ഇപ്പം നാളെ ഇവർ എല്ലാവരും വന്ന് പറയും, എടാ നിനക്ക് എന്താടാ വയ്യേ, നമ്മളാരും പ്രശ്നത്തിലൊന്നുമല്ലല്ലോ, നീ എന്തിനാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് ചിലപ്പോൾ ചോദിക്കും. അതെങ്ങനെയാണ്? കാരണം ഇടയ്ക്കിപ്പോൾ വേറൊരു വേട്ടവാളിൻ്റെ സ്വന്തം അമ്മേരെ കരച്ചിൽ കണ്ണീരെടുത്ത് വെച്ച് വിറ്റ് കാശുണ്ടാക്കിയ ഒരു നാറിയുണ്ട്. അവനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ തന്നെ ഒന്ന് പറയുന്നു നമ്മളെല്ലാം കിഴങ്ങന്മാരാണ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾ പറ മക്കളെ. യവനും ജമനിയാ എന്താ മൊത്തം ആഡാണല്ലോടെ, കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോടാ കുട്ടാ നീ. നന്ദൂസ് വ്ളോഗ്, വെൽക്കം ടു നന്ദൂസ് വ്ളോഗ്. ഓ ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനെ ഒരു ഡേ മൈ ലൈഫിന്റെ തുടക്കമൊക്കെ എടുത്തിട്ട് കുറേ നാളായിട്ടാ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു ഡേ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായി കുറേ നാളായിട്ട് ഒരു ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന്. അപ്പൊ ഒരു 3 മാസമൊക്കെ എന്റെ ഉപ്പ ഡേ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ടില്ല. ശരിയായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് എടുത്തു നോക്കാം, പറ്റുന്നോളത്തോളം പറ്റട്ടെ എന്ന് വെച്ചു. ഇന്നാള് ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്, പക്ഷെ ഫുള്ളാവാത്തോണ്ട് പിന്നെ അത് എടുക്കാനും ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നീ എന്താണ് എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ കാര്യം പറ. ഇവിടെ വാ, തുടങ്ങട്ടെ. ഏട്ടൻ
വയ്യാതെയുണ്ട്, ക്ഷീണായോണ്ട് അത് ഫുള്ളാക്കാൻ പറ്റിയില്ല കേട്ടാ. ഹോസ്പിറ്റലൊക്കെ വീഡിയോ എടുത്ത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അത് കാണുന്നില്ല. ഞാനാണേലും കുഞ്ഞു മാത്രല്ല അച്ഛനമ്മയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഞാനും കൂടെ പോയിട്ട് അവിടെ 1 മണിക്കൂറോളം ട്രിപ്പ് ഇട്ടാണ്. എന്നിട്ട് പനി മാറിയിട്ടുണ്ടായില്ല. ഞാൻ അറിഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. ഇപ്പത്തെ എന്റെ പ്രഗ്നൻസി സിറ്റുവേഷനിൽ പനികള് നല്ല കൂടുതലായോണ്ട് പനി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ആരോഗ്യം കുറവല്ല. ആരോഗ്യം കുറവാണല്ല കഴിക്കണം. അന്നേരം സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാവാൻ ഷോപ്പിൽ പോകാൻ തുടങ്ങിയ അമ്മയ്ക്ക് അവിടെ വീഡിയോസ് എടുക്കണം. ചാർജർ ഞാൻ ചാർജറും നമ്മള് വന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴെല്ലാം അമ്മയ്ക്ക് കടയിലേക്ക് കൊണ്ടുപോകാനും വേറെ ചാർജറിലൊക്കെ കേൾക്കണം. നില്ല് നിങ്ങൾ കാര്യമായിട്ട് എന്താ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി. കുറേ പറയുന്നുണ്ട്. നില്ലേ ഞാൻ 1 സെക്കൻഡ് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ തന്നെ വീഡിയോ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കേൾക്കാം. അതേപോലെ ചെയ്യുന്നവരും പലരുണ്ടാവും. നമ്മളോട് പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ട് പല രീതിയിൽ പ്രവർത്തിക്കണം. നമുക്ക് ആ ഘട്ടത്തിലോട്ട് പോകാം. അതാണ് മർമ്മ പ്രധാനമായ കാരണങ്ങൾ. ഓക്കെ, അതേപോലെ ചെയ്യുന്നവരും പലരുണ്ടാവും. നമ്മളോട് പറഞ്ഞിട്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മളുടെ നല്ല കാര്യങ്ങളൊക്കെ നമ്മള് പറയാൻ പറ്റുന്നതൊക്കെ പറയാറുണ്ട്. പിന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഓപ്പണായി പറയാറുണ്ട്. പക്ഷെ ഞാനെന്ന് വെച്ചാൽ പറയുന്നത് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ വലിച്ചിടാറില്ല. അയ്യോ, പണ്ട് പിന്നെ നിങ്ങൾ വലിച്ചിട്ടോണ്ടിരുന്ന എല്ലാം ഭയങ്കര ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആവശ്യം? അതൊന്ന് പറഞ്ഞാട്ടെ കേൾക്കട്ടെ. അത്രയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് മുന്നേ നിങ്ങൾ വലിച്ചിട്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട് ഞാൻ തന്നെ പലതവണ കിടുങ്ങിപ്പോയി. അമ്മാതിരി ആവശ്യങ്ങളായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഇരുന്ന് ഞങ്ങളുടെ ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. എങ്ങനെയാണോ പോയി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നു? തൊലിക്കട്ടി അപാരം തന്നെ. ഒന്നും പറയാനില്ല. നേരത്തെ കുട്ടാ, നീ പ്രവീൺ പ്രണവിനെ പോലെ ഫോർച്യൂണർ എടുക്കാൻ നോക്കിയ ടീമല്ലേ? അറിയാം, കൂടുതൽ മെഴുകണ്ട, അവിടെ ഇരി. നല്ലൊരു പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് കുഞ്ഞിനായിട്ട് തന്നെ കുഞ്ഞിന് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കായിട്ട് വന്നു തന്നെ അത് സോൾവ് ചെയ്യണം. ഇപ്പൊ വരാൻ പോണ കൊച്ചാണെങ്കിലും ശരി, ഒരു ടേബിളിൽ ഇരുന്നിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ അവിടെ സംസാരിച്ച് തീർപ്പാക്കി വേണം. അല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ട് ഒരു ടേബിളിലിരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ നീയൊക്കെ എല്ലാം കൂടി നാട്ടുകാരുടെ മുന്നിൽ വന്ന് ടേബിളിട്ടിരുന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ കുറ്റം മൊത്തം എന്തുവാടേ? ഇവിടെ നിനക്ക് നിന്റെ അമ്മായിയപ്പനെ അമ്മായിയമ്മയെ വിളിച്ച് പറയാൻ വല്ലതും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയടേ. അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് മറ്റേ രേണുവിന്റെ കേസിൽ ബിഷപ്പ് പറഞ്ഞ പോലെ ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ചതാ നാട്ടുകാരുടെ മുന്നിൽ ഓൺലൈനിലിരുത്തി. അത് കിച്ചുവിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പറയും എൻ്റെ നമ്പർ, അവൻ്റെ നമ്പർ എൻ്റെ ഇല്ലായിരുന്നു. ഇതുപോലെയാണ് നീയൊക്കെ പറയുന്നത്. എന്തോന്നടേ ഇതൊക്കെ? കോമഡി അല്ലാണ്ട് പിന്നെ നിന്നെയൊക്കെ എന്തു പറയാനാ? ഒരു ടേബിളിരുന്ന് തീർക്കേണ്ട പ്രശ്നമായിരുന്നു ഇത്. നിങ്ങൾ പറയുന്ന നാട്ടുകാരോട് വന്നാട്ടാ മൊത്തത്തിൽ വീഡിയോ ചെയ്തിട്ട് സീരിയല് തോറ്റുപോലെ ഈ യൂണിവേഴ്സിറ്റി പെട്ട്. ചേച്ചി ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് കേട്ടാ. അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. അല്ല, അവനോട് ഇങ്ങനെ പെരുമാറി അവനോട് ചെയ്തു. അത് അപ്പുറത്ത് പോയി ചോദിക്കുമ്പോ നമ്മളെ ഒരിക്കലും അത് തന്നെയല്ലേ ഇപ്പൊ പറയണവർക്ക് അവർക്ക് ആൾക്കാർക്ക് സന്തോഷിക്കാനുള്ള ഒരു നിമിഷം ഇവിടെ പ്രശ്നം ഉണ്ടായി കാണാനുള്ള ആഗ്രഹമായിരിക്കും. അപ്പൊ അത് കൂട്ടാനേ നിക്കുള്ളൂ. ഇപ്പൊ ഞാന് എനിക്ക് എന്റെ ഏട്ടനൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഉണ്ണിയുടെ തീരുമാനം ഞങ്ങൾ എടുക്കണ ഒരു പ്രായം വരെ, ഉണ്ണിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പ്രായം ഉണ്ടല്ലോ, അവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ പ്രായം ആവണ വരെ ഞാനും എന്റെ ഏട്ടനും അല്ലാതെ അതിൽ വേറൊരാളെ ആഡ് ചെയ്യും. അല്ല, ബേസിക്കലി നിങ്ങൾ എന്ത് തേങ്ങയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. സത്യം പറയാം, എനിക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇന്ന് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് താഴെ കമന്റ്. ഏത് യൂണിവേഴ്സാടാ? ഇനിയിപ്പോൾ രാവിലെ അടുത്ത ദിവസം 2 ദിവസം കഴിയുമ്പോൾ അപ്പുറത്ത് വന്ന വീഡിയോ ഞാൻ വളർത്ത് അവളെന്താ തിരിഞ്ഞു നോക്കണില്ല. ഈ സെറ്റപ്പിൽ അവിടെ എന്ത് വരും? നമ്മൾ വളർത്ത് എന്നിട്ട് അപ്പുറത്ത് ചേച്ചീരെ അത് വരും. മറ്റേ പൊന്നൂസിൻ്റെ അമ്മ ചേച്ചി ഉപ്പുമുളക് ലൈറ്റ് ചേച്ചി വീഡിയോ ഇടുമ്പം ചേട്ട അപ്പുറത്ത് സൈഡിൽ കണ്ണ് കെട്ടാതിരിക്കും. പറ, നീ പറയടി, ഞാൻ ഇവിടെ സൈഡിൽ ഉണ്ട്. ഇടക്കിടയ്ക്ക് ഞാൻ പിന്നെ എന്തോ 2 വാക്ക് പറയും, അതോടെ തീരും. പിന്നെ എങ്ങനെ ഇരിക്കും? കോമഡികൾ തന്നെ.
എന്ന് വെച്ചാൽ നമ്മള് ഒരു അച്ഛനമ്മ ആവാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും നമ്മുടെ മക്കളെ ഒരു പ്രായം വരെയുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അവര് നിങ്ങൾ അച്ഛനമ്മയാവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ പ്രശ്നം ഓരോ പരിധി വരെ തീർക്കാം. പക്ഷെ നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങളുടെ പ്രശ്നം ഇതുവരെ തീർത്തില്ലല്ലോ. പക്ഷെ എന്ത് പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിധിയില്ലേ ഇതിനൊക്കെ? വല്ലാത്ത യൂണിവേഴ്സ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പാടാ. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, തല്ലുകൂട്ടങ്ങളും പ്രശ്നങ്ങളും പരുമണിണക്കളും പ്രണയങ്ങളും സൗഹൃദങ്ങളും എല്ലാം ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ലേ. ആ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വരുമ്പോഴാണ് അല്ലേ. ഒരു ഫാമിലിയിലേക്ക് വേറൊരാൾ കടന്നു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊക്കെ ഒന്നിനും ബോധമില്ലേ? എന്തോ നിന്നെ പറയുന്നത്? നമ്മുടെ ഫാമിലിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ മൂന്നാമത്തെ ഒരാൾ കടന്നു വരുമ്പോഴാണ് പ്രശ്നം. ഇതാ എന്തുകൊണ്ട് ദൃശ്യത്തിന്റെ കഥ പറയണ നീക്ക്? അവിടെ അഞ്ചാമതൊരാൾ കടന്നു വന്നപ്പോഴാണ് പ്രശ്നമായത്. അതുപോലെയാണ് നിനക്കൊക്കെ മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ പ്രശ്നം. നീ എന്ത് ദൃശ്യം 3, 4 ഒക്കെ ഇറക്കാനുള്ള പ്ലാനാണ്. 3 ഇറങ്ങി 4. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വേറെ ആൾക്കാരെ അതിൽ ഇടപെട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ കുറിച്ച് ചിലപ്പോ അവര് കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോ മറ്റുള്ളവരെ കുറിച്ച് അവർ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് രണ്ടാം കൂട്ടുകാർക്കും അതോട് ദേഷ്യം വരും. ആ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് ഒരു ടേബിളിൽ ഇരുന്ന് തീർക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ ഏട്ടനും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങള് രണ്ടാളും മാത്രമേ ഒരു പ്രശ്നം അറിയുള്ളൂ. അതിപ്പോ പിന്നെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളിൽ മാത്രം നിൽക്കുന്ന വലിയ പ്രശ്നമല്ലേ എൻ്റെ പൊന്നടാവേ. നീയൊക്കെ പ്രശ്നം ഉണ്ടായ അപ്പം നീയൊക്കെ വീഡിയോ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, പ്രവീൺ പ്രണവൊക്കെ അടിച്ചതുപോലെ. ഇതാണ് നിൻ്റെയൊക്കെ പ്രശ്നം. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിലേ ഒതുങ്ങി നിൽക്കും, വേറെ ആരും അറിയത്തില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല. ഇത് പറയുന്നത് പ്രശ്നം പറയുന്നത് വീഡിയോ ചെയ്തുകൊണ്ടായിരിക്കും. ഇതാണ് ഈ യൂണിവേഴ്സ്. ഇതിൻ്റെയൊക്കെ വീഡിയോ കാണുന്നവരെ സമ്മതിക്കണം. അപ്പം പറയും നീ കണ്ടില്ലേട്ടാ, ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലാതെ ഇമ്മാതിരി അവരാതൊക്കെ ഞാനിരുന്ന് കേൾക്കൂ. നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് അത്രയ്ക്ക് ബോധമില്ലേ? മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞ പിന്നീട് അവരത് ആലോചിച്ച് വെച്ചിട്ട് നമ്മളെ നാട്ടിലും ബന്ധുക്കളോടൊക്കെ പറഞ്ഞടക്കും. അവര് തമ്മിൽ അങ്ങനെ ഉണ്ടായി, അവര് തമ്മിൽ ഇങ്ങനെ ഉണ്ടായി. പക്ഷെ നമ്മളെ രണ്ടാളുള്ള തല്ലൂട്ടെന്ന് വെച്ചാൽ തല്ലൂട്ടം മാറിയാ നമ്മളെ രണ്ടാളും. അയ്യോ, മൂന്നാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നു. നീയൊക്കെ പിന്നെ വീഡിയോയിൽ ഒന്ന് കൊണാന്ന് അടിക്കുന്നത് ആരും കാണുന്നില്ലെന്നാണ് നിന്റെയൊക്കെ വിചാരം. പിന്നെ ഇനി നാട്ടുകാർക്ക് പറഞ്ഞുകൊണ്ട് നടക്കണ്ട, കാരണം എല്ലാവർക്കും ഒരുമിച്ച് അറിയാൻ പറ്റും. നിന്റെയൊക്കെ വീഡിയോ കണ്ടാൽ മതിയല്ലോ, അതുകൊണ്ട് ഇനി ആർക്കും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ഞാനൊരു കാര്യം ചോദിച്ചു, സത്യം പറയൂ, ഏതൊരു പഠിച്ചു സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടുണ്ടോ? അറിയാൻ പാടില്ലേ, കണ്ടിട്ട് ഗുണങ്ങൾ കണ്ടിട്ട് തോന്നല്ലോ നീയൊക്കെ വരാൻ കണ്ടിട്ടുണ്ടെന്ന്. പഴയ പോലെ സ്നേഹം. അപ്പൊ അതൊരാളും അറിയുന്നില്ല. നമ്മള് ചെറിയ കാര്യവും ഇങ്ങനെ ഏട്ടനോട് ചെയ്തു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേറെ രീതിയിൽ. അയ്യോ, ഏട്ടന്റെ ഇരിപ്പ് കൊച്ചു കള്ള. അങ്ങനെയാണ് നമ്മുടെ സമൂഹം. അയ്യോ, നീയൊക്കെ കാണിക്കുന്ന ഡാഡി ഇല്ലായ്മയ്ക്ക് സമൂഹത്തിനെ കൂട്ടുപിടിക്കരുത്. സമൂഹം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടാ. നീക്ക് എന്നാ പോക്കൃത്തനോട് കാണിക്കുന്ന ഒരു വിവരം ബോധം പൊക്കണമൊന്നുമില്ല നിനക്കൊന്നും. ഏതൊരു പ്രശ്നവും നമ്മുടെ ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കുക. അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് ആൾക്കാരിക്കുമ്പോ അത് പ്രശ്നം കൂടി പോകും. ഒരിക്കലും കുറയില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ ആരും ഉപദേശിക്കുക, ആരുടെ ഒന്നും പറയല്ല, നമ്മള് നമ്മുടെ കാര്യം പറഞ്ഞു. അപ്പൊ എന്റെ ഏട്ടന്റെ ഒരു അരമണിക്കൂറത്തെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളുടെ എന്തായാലും ക്യാരക്ടർ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. 365 ദിവസം നമ്മൾ വീഡിയോ ഇടുന്നില്ല. ചിലപ്പോ ഒരു മാസത്തിൽ 6, 7, 8 ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കുക. ബാക്കി 10-20 ദിവസം ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മള് അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, അന്നത്തെ നമ്മുടെ എന്താ സംഭവങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യും, ബിഗ് ബോസ് 100 ദിവസം ഉള്ളതുപോലെ 24/7 ലൈവ് അങ്ങോട്ട് ഇട്. ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലൈവ് ഇട്, കാണട്ടെ നാട്ടുകാർ. കാശ് കിട്ടുന്നേ, നമുക്ക് കാശല്ലേ മുഖ്യം. ഒരു ഫോണോ ഒരു ക്യാമറ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ലൈവ് കണക്ട് ചെയ്ത് അങ്ങ് വെച്ചേക്കണം. അവിടെ ഇരുന്നോളൂ. അപ്പിയിടാൻ പോകുമ്പോൾ മാത്രം ഒന്ന് ഒരു തോർത്തെടുത്ത് ക്യാമറയുടെ പുറത്തിട്ടാൽ മതി, ബാക്കിയെല്ലാം വെച്ചോ, അതായിരിക്കും നല്ലത്. ഒന്നും അറിയാത്തതും ഉണ്ടാവും. എന്താ വെച്ചാൽ കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കിൽ കാണിക്കാനും പബ്ലിക്ക് കാണിക്കാത്ത മക്കള്. അത് അതുപോലെ തന്നെ വേറെ കമന്റ് ഉണ്ടായി, അത് റിപ്ലൈ ആകാത്ത വേറെ ഒന്നും കേട്ടോ പറയും അച്ചുവിടെ തന്നെയാണോ അങ്ങനത്തെ ഒരു കമന്റ് ബാക്കിയകത്ത് പുറത്ത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കുഞ്ഞാ റിയാക്ട് പറഞ്ഞ വേണ്ട, എന്തിനാണ് റിയാക്ട് ചെയ്യണത്? അത് റിയാക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറേ പരിധി വരെ ക്ഷമിക്കും. നമുക്ക് ക്ഷമയുടെ ഇത് കഴിയൂല. നോക്കിട്ട് ബാക്കി പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മുടെ പറയാൻ പറ്റാത്ത കുറെ ഓപ്പൺ ആയ കാര്യങ്ങൾ പറയാൻ പറ്റാത്ത നമ്മുടെ ലൈഫിലുണ്ട്. നീയൊക്കെ ഈ പറഞ്ഞത് കേട്ടപ്പോഴേ നമുക്ക് ചളിപ്പ് അടിച്ച് അയ്യോ ഇതാ ഇത്ര അൽക്കുലത്ത് കൂറ കുടുംബമായിരുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി പറയാൻ പറ്റാത്ത കാര്യമോ?
ഇതിന്റെ അപ്പുറം എനക്ക് ഇനി എന്നാടി പറയാൻ പറ്റാത്ത കാര്യം. ഓ സഹിക്കാൻ വയ്യ. ഞാൻ പറയുന്നില്ല. അല്ല എന്റെ ചിലപ്പോ ഞാൻ പറഞ്ഞത് ദേഷ്യം വന്ന ചിലപ്പോ കുഞ്ഞു പറയും വല്ല ഹൽക്കാവുന്നുണ്ട്, പച്ച നിറക്കം വരുന്ന ഡേയ് ഹൽക്കിനെ ഒന്ന് നീ അതിലോട്ടൊന്നും കയറി പിടിക്കാതെ. നീ ചിലപ്പോ ഓന്താവും നിറം മാറി, അല്ലാണ്ട് നീ ഹൽക്കൊന്നും ആവത്തില്ല. ഹൽക്ക് ആവാമ്പോ നടക്കണവൻ പിന്നെ കോപ്പാവും നീയൊക്കെ. ഹൽക്ക് ഇവിടെ ഓന്താവും നിറം മാറി പച്ചയായി എന്നവൻ. ഓ ഹൽക്ക്, ഓ അവന്റെ കമ്പാരിസൺ അങ്ങ് അവഞ്ചേഴ്സില്. എനിക്ക് ആദ്യം ഹൽക്കിനെ കുറിച്ച് ഞാൻ കാണാനില്ല. ഏട്ടൻ കണ്ടതിന് ശേഷം ഞാൻ കാണട്ടെ. അപ്പൊ ഞാൻ പറയാം ഏട്ടൊക്കെ ദേഷ്യപ്പെടുമ്പോ ഏട്ടൻ പറയും ഏട്ടൻ ഹൽക്കാവുന്നുണ്ട്, ഏട്ടൻ നല്ല പ്രഷർ കൂടുന്നുണ്ട്. അത് നമ്മുടെ ഒരു മനുഷ്യരെ ഇമോഷണൽ കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ ചിലപ്പോ വാദം വെച്ചിടും എന്നറിയോ. അതപ്പറച്ച് തീർന്നിട്ട് പിന്നെ ഞങ്ങൾ വരുന്നത്. അതിടെ എനിക്ക് ഇത്രയും കണ്ടപ്പോൾ തന്നെ ക്ഷമയില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോ ഫുള്ളിരുന്ന് കാണുന്നതിനൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇവൻ്റെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞില്ലെന്ന് തോന്നുന്നു. അവരവിടെയായിട്ടും സങ്കടത്തിൽ വീഡിയോ ഇട്ട് കളിക്കുകയാണ്. എന്തായാലും എല്ലാവരും കൊള്ളാം, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഈ മോൻ തിരിഞ്ഞ് നോക്കണില്ലെന്ന് നാളെ അച്ഛനും അമ്മയും കൂടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബാഷ്, എടാ ഭാര്യയെ നോക്കണം, എല്ലാം നല്ലത് തന്നെയാണ്. വല്ലപ്പോഴും അച്ഛനമ്മ തിരിഞ്ഞു നോക്ക്. ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരാം. അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെയും കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ വിഷമമോ എന്തൊക്കെയാണോ അവരെവിടെ കൂടിയോ തമ്മയിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്. സോ സ്വന്തം പെറ്റ തന്തയും തള്ളയൊക്കെ ഒന്ന് പോയി നോക്ക്, അല്ലെങ്കിൽ അവരോട് വല്ലപ്പോഴൊക്കെ വിളിച്ച് സംസാരിക്കും. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. നാളെ ഈ പറഞ്ഞ എനിക്കെതിരെയായിരിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയും കുടുംബം എല്ലാം കൂടി വീഡിയോ ഇടാൻ പോകുന്നത്. എങ്കിലും പറയാനുള്ളത് പറഞ്ഞു. എവിടെയോ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഭാര്യയുടെ പാവാടയും പിടിച്ചുകൊണ്ടിരിക്കാണ്ട് വല്ലപ്പോഴും സ്വന്തം തന്തയും തള്ളയൊന്ന് വിളിച്ച് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഒന്നുമില്ലെങ്കിൽ പെറ്റ് വളർത്തി ഇത്രയൊക്കെ ആക്കിയതല്ലേ, അതിൻ്റെ ഒരു നന്ദി ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കും. അവരുടെ തന്നയിലും ടൈറ്റിലൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ എവിടെ അവർ ഒറ്റപ്പെടലൊരു സാധനം, മീൻസ് ഒറ്റപ്പെടലല്ല, അവർ രണ്ടുപേരും ഉണ്ട്, എങ്കിലും ഉണ്ടാക്കിയിട്ട് മോൻ നോക്കുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ ചിലപ്പോൾ വന്നേക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പെറ്റ് വളർത്തി അവരെ വല്ലപ്പോഴൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്ക് കേട്ടോ. കുറച്ചൊക്കെ ഒരിത് കാണിക്കും. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കൊണ്ട് പുതിയൊരു വീഡിയോ ഇടണം.